ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇനി ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നിട്ടുള്ളത് കേട്ടോ. എനിക്കൊരു ഫേസ് പാക്ക് ഉപയോഗിച്ചപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടി. എന്റെ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഉറക്കം ഒഴിച്ചിട്ടും പിന്നെ ഇടക്കിടക്ക് ഇപ്പൊ തലവേദന വരുന്നതുകൊണ്ടൊക്കെ ഒരുപാട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നോസിന്റെ ഇവിടെ മാത്രം ജസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡും ഇവിടെ കവിളിന്റെ ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് രണ്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഫേസിൽ അങ്ങനെ കളർ വ്യത്യാസം വരുമ്പോൾ എനിക്കതൊരു എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ലേഡീസിനും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഫേസ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളൊരു സന്തോഷം പോകുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഉള്ളതുപോലെ തന്നെ പേസ്റ്റ് ആക്കി അരച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്റെ ഫേസിലുള്ള മാറ്റമൊക്കെ കാണുന്നുണ്ടാവും. ഇതിന് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് പാൽപ്പാട, കുറച്ച് പാലും കൂടെ ചേർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് മഞ്ഞള്, പിന്നെ ഉള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. കുറച്ച് പാല് ചേർത്തിട്ടുള്ള പാൽപ്പാട. നമ്മൾ പാൽപ്പാട മാറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പാലും കൂടെ എടുക്കുക. എന്നിട്ട് ആ പാലിൽ വേണം നമ്മൾ മഞ്ഞൾ അരച്ചിട്ട് വരാൻ. നല്ലോണം പേസ്റ്റ് രൂപത്തിൽ തന്നെ മിക്സിയിൽ അരച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് ഈ പാൽപ്പാടയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ആ പാക്കാണ് നമ്മൾ ഫേസിൽ ഇടുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞളും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് പാലെടുത്തിട്ട് മഞ്ഞളൊന്ന് അരച്ച് വന്നതാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ പേസ്റ്റ് ആക്കി അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ പാൽപ്പാടയിൽ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ പാക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നാടൻ മഞ്ഞൾ തന്നെ, ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ നാടൻ മഞ്ഞൾ ഇതേപോലെ പച്ചമഞ്ഞൾ കിട്ടുന്നില്ല എങ്കിൽ അങ്ങാടിക്കട എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദിക്കിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടക്കാണ് അങ്ങാടിക്കട എന്ന് പറയുന്നത്. അതിൽ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ മലഞ്ചരക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുന്ന കടയിലുണ്ടാവും. അപ്പൊ അതില്ല എങ്കിൽ മാത്രം ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കുക. ഒരിക്കലും കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഫേസിൽ മാസ്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാണ്. പിന്നെ ഫേസിൽ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങി റെഡി ആയി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫേസിൽ മാസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കഴുത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ നെക്കിന്റെ പുറകിലൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ റിമൂവ് ആവും. പിന്നെ ഈ പാക്ക് കുറച്ച് ദിവസത്തെ 2-3 ദിവസത്തേക്ക് തന്നെ അടുപ്പിച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ മഞ്ഞൾ ഇട്ടിട്ടുള്ള പാക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കേട് വന്ന് പോകുന്നില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടില്ല, ഫേസ് വലിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് മുമ്പേ ഇതൊന്ന് നമ്മുടെ പാക്കിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി.
ഫസ്റ്റ് നമ്മൾ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പിടിക്കുന്നതിലേറെ പിടിക്കുന്നത് ഫേസിൽ രണ്ടാമത് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക് സർക്കിളും അതുപോലെ തന്നെ ബേബി ഹെയറിൻ്റെ ഒക്കെ ലെവൽ കുറഞ്ഞു കിട്ടും. പിന്നെ ഉറക്കം കിട്ടാത്തവർ, രാത്രി ഉറക്കം കിട്ടാത്തവർ പകൽ കുറച്ച് സമയം ഒന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. രാത്രിയാണ് മാക്സിമം ഉറങ്ങേണ്ടത്, പകൽ ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. പക്ഷേ രാത്രി കുട്ടികളൊക്കെ ഉള്ള അവർക്ക് എന്താ പറയുക, അമ്മമാർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം എനിക്ക് തന്നെ മക്കൾക്ക് സുഖമില്ലാണ്ടാവുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉറക്കമൊക്കെ തീരെ കിട്ടാണ്ടൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ തലവേദനയും അങ്ങനെ ഡാർക്ക് സർക്കിളും ഒക്കെ വന്നിട്ടുള്ളത് എന്നാണ്. പിന്നെ വെയിൽ കൊള്ളുമായിരുന്നു. വെയിൽ കൊള്ളേണ്ട നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഫേസിലൊക്കെ നല്ലോണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് എനിക്ക് ഈ ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക, സൺസ്ക്രീനൊക്കെ നല്ലോണം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയുള്ളത് കറക്റ്റ് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത് ഫേസിൽ ഇപ്പോൾ മാസ്ക് ഇട്ടതിന് ശേഷം 3 മിനിറ്റാണ് ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ സോപ്പ് ഉപയോഗിച്ചോ, ഇങ്ങനെ മാസ്ക് ഇടുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചോ വാഷ് ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താണെന്ന്, എനിക്ക് നമ്മൾ ചെയ്യുന്ന പാക്കിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ കിട്ടൂല. ഫേസ് ഒന്നുകൂടെ ഡ്രൈ ആയി വലിഞ്ഞു പോകും. അപ്പം ആ അവസ്ഥയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പും ഫേസ് വാഷൊന്നും യൂസ് ചെയ്യാണ്ട് നോർമൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസ് വാട്ടറിലൊക്കെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം എന്താണോ, നമ്മൾ കരുതുന്ന പോലത്തെ റിസൾട്ട് കിട്ടില്ല. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ഒരാൾ മാസ്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് സോപ്പും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ സ്കിന്ന് വലിഞ്ഞ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോർമലായ രീതിയിൽ തന്നെ ഫേസ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇങ്ങനെ ടവൽ ഉപയോഗിച്ചിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോയിക്കോളും. അതിനുശേഷം നിങ്ങൾ എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ആ ക്രീം ഫേസിൽ പുരട്ടി കൊടുക്കാനും സൺസ്ക്രീൻ ഉപയോഗിക്കാനും മറക്കരുത്. മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഫേസിൽ മഞ്ഞ കളർ വരുമോ, പുറത്തിറങ്ങാൻ പറ്റൂല എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും ആളുകൾക്ക്. അപ്പം അങ്ങനെ കൺഫ്യൂഷനേ വേണ്ട. പാൽപ്പാടൻ്റെ ഇതുകൊണ്ടും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ചേർക്കുന്നതുകൊണ്ടും മഞ്ഞളിൻ്റെ ആ എഫക്റ്റ്, ആ കുത്തി നിൽക്കുന്ന മഞ്ഞൾ കളറൊന്നും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും. ഇപ്പം മിററിൽ നോക്കുമ്പോൾ, കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് എനിക്ക് മഞ്ഞൾ ഫേസിലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെയുള്ള ഒരു പ്രശ്നം എൻ്റെ കയ്യിൽ മഞ്ഞളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഉള്ളിൽ കയ്യിലൊക്കെ ഉണ്ടാകുന്നത് ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ്, എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാണ്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അക്കാര്യം ഒന്ന് മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഈ പാക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് തൊട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലുള്ള മാറ്റമൊക്കെ കാണുന്നുണ്ടാവും. എനിക്ക് നല്ല റിസൾട്ടായിട്ട് എനിക്ക് ബെറ്ററിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.